നമസ്കാരം. റഷ്യയുടെ തന്ത്രപരമായ നീക്കം ട്രംപിനെ വീഴ്ത്തി. ഇറാനെ തകർക്കാൻ അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ വരെ എത്തിയിരിക്കുന്നു. 2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയും ഇസ്രായേലും സംഘടിപ്പിക്കുന്ന സ്പോൺസേഡ് കലാപം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോൾ 100%. പല ഇടങ്ങളിലും അതിൻ്റെ പ്രതിധ്വനികൾ ഉയരുന്നുണ്ട്. യുദ്ധത്തിലേക്ക് തന്നെയാണത് ചെന്ന് ചേരുന്നത്. അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ഉൾപ്പെടെ ഖത്തറിലെ അമേരിക്കൻ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിനുള്ള അമേരിക്കയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ട്രംപിന്റെയും അമേരിക്കയുടെയും സകല അഹങ്കാരവും തീർക്കുന്ന ഒരു തിരിച്ചടി അത് ഇറാനിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ട്രംപ് ആക്രമിക്കണമെന്ന് പറയുമ്പോൾ അത് വേണമോ എന്ന് ശങ്കിക്കുന്ന ഒരു വിഭാഗം സെനറ്റർമാരും സൈനിക ജനറൽമാരും അമേരിക്കയിൽ ഉണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇറാനെ പെട്ടെന്നൊന്നും എളുപ്പത്തിലൊന്നും കീഴടക്കാൻ ഒരു രാജ്യത്തിനും കഴിയുകയില്ല. അതുകൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളും ആഴത്തിലുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങളുമുള്ള ഇറാനെ ഒരു സങ്കീർണമായ സൈനിക ലക്ഷ്യമായിട്ട് ലോകശക്തികൾ തന്നെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ ഒരു വിശാലമായിട്ടുള്ള പ്രോക്സി നെറ്റ്വർക്ക് തന്നെ ലോകത്തുണ്ട്. അതിനെ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണപ്പാത അത് ഇറാൻ തടഞ്ഞു കഴിഞ്ഞാൽ ലോക വ്യാപാരമാണ് സ്തംഭിക്കാൻ പോകുന്നത് എന്നതാണ്. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ മറികടക്കുവാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ട്രംപ് തകർന്നു പോകുന്നത്. ഇവിടെ ശത്രുവിനെ വെണ്ണീറാക്കാൻ കഴിയുന്ന തരത്തിലുള്ള റഷ്യയുടെ ക്രാസുക 4 പോലുള്ള സംവിധാനങ്ങളുണ്ട്. അമേരിക്കയുടെ ചാരക്കണ്ണുകൾ എത്രയൊക്കെ ഇറാനെതിരെ പതിപ്പിച്ചാലും പക്ഷെ അതിനെയൊക്കെ തകർക്കാൻ പോകുന്ന വലിയ വജ്രായുധങ്ങൾ റഷ്യയുടെ കൈവശം. ആ റഷ്യൻ ആയുധങ്ങൾ എന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെ സ്വപ്നങ്ങളെ, മോഹങ്ങളെ തകർക്കുന്നതാണ്, ട്രംപിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഈ ക്രാസുക 4 എന്ന് പറയപ്പെടുന്നത് ഇറാഖിനെ മുൻനിർത്തി ഇറാനെതിരെ വലിയ യുദ്ധം അമേരിക്ക മുൻപ് നടത്തിയിട്ടുണ്ട്. ആ രാജ്യത്തെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇറാൻ സാഗ്രോസ് ആൽബോർസ് പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇതൊരു ഭീകരകരമായിട്ടുള്ള പ്രകൃതിദത്ത മതിലുകൾ ആയിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതി അവിടെ ഈ കരയിലൂടെയുള്ള ആക്രമണങ്ങളെ നിഷ്പ്രയാസം ചെറുക്കുവാൻ ഇറാനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഏതൊരു ആക്രമണ സേനയ്ക്കും ഇറാനെതിരെ കരയിലൂടെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ഇപ്പോഴും പേടിസ്വപ്നം തന്നെയാണ്. അപ്പോൾ ഇനി വ്യോമാക്രമണം ഉണ്ടായാലുള്ള കാര്യം പറയാം. അതായത് ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ അതിജീവിക്കുന്നതിനായിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാഡ് കോർപ്സിന് ഭൂമിക്കടിയിൽ വിപുലമായിട്ടുള്ള മിസൈൽ നഗരങ്ങൾ ഉള്ളത് എന്നുള്ളത്. പരമ്പരാഗത ബോംബാക്രമണങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ പർവ്വതങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതിനടിയിലേക്ക് ഏകദേശം 500 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ഡിപ്പോകളെ മുൻപ് ഇറാൻ സൈന്യം തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ അടക്കമുണ്ട് എന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാന്റെ നിഴൽ സേനകളുടെ ശൃംഖല അത് വളരെ വിപുലമായിട്ടുള്ളതാണ്. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ വിവിധ ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായവും ആയുധവും നൽകുന്നതുമൊക്കെ ഇറാനാണ്. അപ്പോൾ തിരിച്ചൊരു സഹായം ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധ നിരയും ഇത്തരത്തിലുള്ള പ്രാദേശിക ശക്തികളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖിലെ മിലീഷ്യകൾ തുടങ്ങിയ ഗ്രൂപ്പുകളുമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിന്നൽ വേഗത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഈ ലെബനുമായിട്ടും ഇറാഖുമായിട്ടും സിറിയയുമായിട്ടും യമനുമായിട്ടും മാത്രമല്ല ഈ ഹിസ്ബുള്ള, ഹൂത്തികളും ഇറാഖിലെ മിലീഷ്യകൾ എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പുകളുമായിട്ടൊക്കെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്നതാണ് ഇറാൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഞൊടിയിടയിൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ട്രംപ് വീണ്ടും തകർന്നു പോകുന്നത്. അമേരിക്കൻ അല്ലെങ്കിൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം അതുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാനാണ്. 2000 കിലോമീറ്റർ വരെ അകലെയുള്ള താവളങ്ങളെയും നഗരങ്ങളെയും ഒക്കെ ആക്രമിക്കുവാൻ കഴിവുള്ള കൃത്യതയുള്ള ആയുധങ്ങൾ ഈ ആയുധപ്പുരയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ മിസൈൽ കരുത്ത് 6 മാസം മുൻപ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്
വെടിനിർത്തലിന് വേണ്ടിയിട്ട് അന്ന് ഇസ്രായേൽ തയ്യാറായത് എന്നുള്ളത് മറന്നുപോയിട്ടില്ല ആരും. അതായത് ഗാസ ഹമാസ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാളുകളിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറായത് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇറാഖിന്റെ കൈവശമുള്ള ഈ മിസൈലിന്റെ കരുത്ത് അവർ തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ ലോകത്തിലെ എണ്ണയുടെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരത്തെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇറാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഉണ്ടായാൽ ഉടനടി ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് അത് കാരണമായി തീരും. അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ വലിയ നാവികസേനാ കപ്പലുകൾക്ക് പകരം മിസൈലുകളും ടോർപിഡോകളും ഘടിപ്പിച്ച ചെറുതും വേഗതയേറിയതുമായിട്ടുള്ള ആക്രമണ ബോട്ടുകളുടെ കൂട്ടത്തെയാണ് ഇറാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഗൾഫിലെ പരിമിതമായിട്ടുള്ള ജലാശയങ്ങളിൽ വലുതും വിലയേറിയതുമായിട്ടുള്ള ശത്രു യുദ്ധ കപ്പലുകളുടെ പ്രതിരോധത്തെ മറികടക്കുന്നതിനാണ് ഇത്തരമൊരു തന്ത്രം ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ റഷ്യ ചെയ്യാൻ പോകുന്ന ചില സംവിധാനങ്ങളുണ്ട്. റഷ്യയുടെ S-300 സിസ്റ്റങ്ങളെ ബവാർ 373 പോലുള്ള ആഭ്യന്തര പതിപ്പുകളുമായിട്ട് സംയോജിപ്പിക്കുന്ന സങ്കീർണമായിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ ശൃംഖലയാണ് ഇറാന് ആകാശ കവചം തീർക്കുന്നത്. അത് റഷ്യയുടെ ഒരു സംഭാവനയാണ് ഇറാന് വേണ്ടിയിട്ട്. റഷ്യയും ഇറാനും അടുത്തിടെ പ്രധാന സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിലും അതൊരു സൈനിക കരാർ അല്ലാത്തതിനാൽ റഷ്യൻ സൈന്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിട്ട് രംഗത്തിറങ്ങാൻ സാധ്യതയില്ല. എന്നാൽ ഇറാൻ എന്ന രാജ്യത്തെ തകർക്കുന്ന രൂപത്തിലേക്ക് സംഘർഷം വളർന്നാൽ വ്ളാഡിമിർ പുടിൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ട്രംപിനെയും അമേരിക്കയെയും കയറൂരി വിടാൻ റഷ്യ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് യുക്രൈനിലേക്ക് ഒറേഷ്നിക് മിസൈൽ അയച്ചതിലൂടെ പുടിൻ നടത്തിയിരിക്കുന്നതെന്ന് ആരും മറന്നിട്ടില്ല. ഇറാനിലേക്ക് മിസൈൽ തൊടുക്കും മുൻപ് അതും കൂടി അമേരിക്ക പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മുൻകരുതൽ സ്വീകരിക്കേണ്ട രീതിയാണ്. അതിനു മുമ്പുള്ള ഒരു മുന്നറിയിപ്പ് റഷ്യ നൽകിക്കഴിഞ്ഞു. അപ്പോൾ റഷ്യക്ക് എപ്പോൾ വേണമെങ്കിലും ഇറാന് വേണ്ടിയിട്ട് സഹായഹസ്തവുമായിട്ട് എത്താൻ കഴിയും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. ട്രംപിന് ഒളിത്താവളങ്ങൾ തേടി നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്രംപിനെ തടങ്കലിലാക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള ഉപഗ്രഹ ഡാറ്റയും രഹസ്യാന്വേഷണ വിവരങ്ങളും ഒക്കെ തീർച്ചയായിട്ടും റഷ്യ ഇറാന് നൽകും. ആധുനിക യുദ്ധത്തിൽ ഈ മൃദു സൈനിക പിന്തുണ പോലും ശത്രുവിന് വലിയ പ്രഹരമാണ് നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതായത് റഷ്യൻ സൈന്യം ഒരു വെടിയുതിർക്കാതെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക സംവിധാനങ്ങളെ ചാമ്പലാക്കാൻ ഇതുവഴി ഇറാൻ സൈന്യത്തിന് എളുപ്പത്തിൽ കഴിയുമെന്നുള്ള, അതായത് റഷ്യയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഇറാന് ലഭിക്കുമെന്നർത്ഥം. ഇപ്പൊ ഈ കാസ്പിയൻ കടൽ വഴി ഇറാനുമായിട്ട് റഷ്യ നേരിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന ഒരു സംവിധാനം. അപ്പോൾ ഈ ഉൾനാടൻ ജലാശയത്തിലേക്ക് അമേരിക്കൻ നാവികസേനയ്ക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഉപരോധ സമയത്ത് ഇറാനിലേക്ക് വെടിക്കോപ്പുകളും ഭക്ഷണവും നൽകുന്നതിന് റഷ്യക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ലോജിസ്റ്റിക് റൂട്ടായിട്ട് ഇത് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇറാന് ചൈന സൈനിക സഹായം നൽകിയാലും ഇല്ലെങ്കിലും സാമ്പത്തിക സഹായം നൽകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇറാൻ പൂർണ്ണ സാമ്പത്തിക തകർച്ചയ്ക്ക് വിധേയമാകില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ചൈനയുടെ ബാധ്യതയാണ് എന്നുള്ളതാണ്. അപ്പോൾ UN സുരക്ഷാ കൗൺസിലിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും വീറ്റോ അധികാരമുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് നിയമസാധുത നൽകുന്ന ഏതൊരു പ്രമേയത്തെയും അവർ തീർച്ചയായിട്ടും തടയും. അപ്പോൾ ഇറാനെതിരെ വിശാലമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രതിരോധം അമേരിക്കയെ തടയുന്ന ഒരു കാഴ്ച കാണും. അതോടുകൂടി ഇറാന്റെ ഭാഗം പൂർണ്ണമായിട്ടും സുരക്ഷിതമാവും. ട്രംപും അമേരിക്കയും വീണ്ടും പ്രതിരോധത്തിലാവും. അതായത് ഇറാനെതിരെ ആക്രമണത്തിന് ഇറങ്ങുന്നവർ തന്നെ അതിന്റെ പരിണത ഫലവും ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് വ്യക്തമാണ്. UN എതിർത്താൽ നാറ്റോ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുടെ കൂടെ മറ്റ് നാറ്റോ അംഗങ്ങൾക്ക് പോലും യുദ്ധത്തിനിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സൈനിക ഇടപെടൽ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകും എന്നതിനാൽ ഇറാൻ അമേരിക്ക സംഘർഷമുണ്ടായാൽ പോലും അത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന് സാരം. റഷ്യൻ ഇന്റലിജൻസിന്റെ സഹായം ഉണ്ടായാൽ തന്നെ അമേരിക്കൻ താവളങ്ങളിലും ഇസ്രായേലിലും തീമഴ പെയ്യിക്കുവാൻ ഇറാന് കഴിയും. വിശാലമായ അവരുടെ മിസൈൽ ശേഖരം മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഡ്രോണുകളുടെ ശേഖരവും ഇറാനെ ഏറെ അപകടകരമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെ തകർക്കാൻ തുച്ഛമായ വിലയുള്ള ഒരു ഡ്രോണിന് കഴിയുമെന്നത് പുതിയ കാലത്തെ ടെക്നോളജിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ലോകശക്തിയാണ്, ലോക പോലീസാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടുന്നതും ഏറ്റുവാങ്ങേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകം ശരിക്കും കൈയടിക്കാൻ പോകുന്നത് ഇവരെ അമേരിക്കയെയും ട്രംപിനെയും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് റഷ്യയുടെ വളരെ മൃദു സമീപനം, മൃദുവായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം ഇപ്പോൾ ട്രംപിനെ വീഴ്ത്തിയിരിക്കുന്നത്.
ഇറാനെ തകർക്കാൻ അമേരിക്കയുടെ ടാങ്കർ വിമാനങ്ങളല്ല എന്തെത്തിയാലും ഇനി നടക്കില്ല, ഇറാനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഞാൻ അതിനിടയിൽ സൂചിപ്പിച്ചതുപോലെ. വേണമെങ്കിൽ ഇറാൻ ഒന്ന് കരുതിയിരുന്നാൽ അല്ലെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഈ പറയുന്ന പോലെ അമേരിക്കയെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള വലിയ സംവിധാനങ്ങൾ അത് ഇറാന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ സ്വീകരിക്കുന്ന നടപടിയിൽ വെന്ത് വെണ്ണീറായി പോകാതിരുന്നാൽ അമേരിക്ക നല്ലത്.